ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് മകൾ സ്ഥാപനം തുടങ്ങിയതെന്നും പിണറായി വിശദീകരിച്ചു. നീ കേട്ടതെല്ലാം പോയി, നീ കേൾക്കപ്പോകരുത്. മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി അവർക്ക് എത്ര രൂപ കിട്ടും? വണ്ടി എടുക്കട്ടെ മോളെ. എന്തായാലും 100 കോടി രൂപ കിട്ടില്ല, അത് ഉറപ്പല്ലേ? എന്താ ഉറക്കം വരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയൻ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു. പിന്നെ 0 വിലയില്ലാത്തോണ്ട് എത്രയും കൂടി ചേർക്കാണ്ട് 100 കോടി മുതൽ മുടക്കിലാണ് ഈ കമ്പനി വീണ മുഹമ്മദ് റിയാസ് തുടങ്ങിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ അഭിനയിച്ചിട്ടുള്ളത് നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. പിയേഴ്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്നുള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുടെ വിരമിക്കൽ ആനുകൂല്യം കൊണ്ട് ഒരു IT കമ്പനി പോയിട്ട് നല്ലൊരു പെട്ടിക്കട പോലും ബാംഗ്ലൂരിൽ തുടങ്ങാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതെ, വാർത്ത എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം. നിലവിലെ ROC അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി. അന്വേഷണത്തിന് 6 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അന്വേഷണ കുരുക്കുകൾ കൂടുതൽ മുറുകുകയാണ്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇനി പോവല്ലോ.